വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ധാരാളം വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് നാം ഈ വലിയ നേട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഈ യാത്രക്കിടയിലുണ്ടായ മഹാമാരികളെയും പ്രതിസന്ധികളെയും കേരളം ഒറ്റക്കെട്ടായി മറികടന്നു. ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പിന്തുണയേകി കൂടെയുണ്ടായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും LDF സർക്കാരിന്റെയും വിജയം കൂടിയാണിത്. വിഴിഞ്ഞത്തോളം തുറമുഖ വികസനത്തിന് അനുയോജ്യമായ മറ്റൊരിടം ഇന്ത്യയിലില്ല. അന്താരാഷ്ട്ര കപ്പൽശാലയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ മാത്രം അകലത്തിലാണ് വിഴിഞ്ഞം. തീരത്തുനിന്നും 1 നോട്ടിക്കൽ മൈൽ അകലത്തിൽ തന്നെ 20 മീറ്റർ ആഴവും വിഴിഞ്ഞത്ത് ഉണ്ട്. ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും വിഴിഞ്ഞം പദ്ധതിക്കൊപ്പമായിരുന്നു ഇടതുപക്ഷം. 2006-2011 LDF സർക്കാരിലെ തുറമുഖ വകുപ്പ് മന്ത്രി M. വിജയകുമാറാണ് വിഴിഞ്ഞം പദ്ധതിക്കായി ആദ്യം നടപടി സ്വീകരിച്ചത്. 2006 സെപ്റ്റംബർ 18 വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ പരിശ്രമിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി M. വിജയകുമാർ. നവംബർ 13, 2009 വിഴിഞ്ഞം പദ്ധതി പഠനത്തിനായി LDF സർക്കാർ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയമിക്കുന്നു. പദ്ധതി നടത്തിപ്പിനായി വിഴിഞ്ഞം സീപോർട്ട് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നു. 100% സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്പെഷ്യൽ പർപ്പസ് കമ്പനിയായിരുന്നു ഇത്. വിഴിഞ്ഞം പദ്ധതിക്കായി ലാൻഡ് ലോട്ട് മോഡൽ വിഭാവനം ചെയ്യുന്നു. ടെൻഡർ വിളിക്കാനുള്ള നടപടികൾ 2010 ആരംഭിക്കുന്നു. കരാർ ലഭിച്ച കമ്പനിയുടെ പ്രധാന ഷെയർ ഹോൾഡർ ചൈനീസ് കമ്പനിയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഇക്കാരണം പറഞ്ഞുകൊണ്ട് മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നു. കുളച്ചൽ തുറമുഖത്തിനു വേണ്ടി UPA സർക്കാരിന്റെ രാഷ്ട്രീയ കളി. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര ഗൂഢാലോചനയും. കൊളംബോ തൂത്തുക്കുടി പോർട്ട് ലോബിയും വിഴിഞ്ഞത്തിനെതിരെ. 2011 അധികാരത്തിൽ വന്ന UDF സർക്കാരിന് വിഴിഞ്ഞം പദ്ധതിയിൽ മെല്ലെ പോക്കുനയം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ജനകീയ സമരങ്ങളുമായി ഇടതുപക്ഷം. 23/10/2012 വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള LDF ജനകീയ കൺവെൻഷൻ. അന്താരാഷ്ട്ര തുറമുഖ ലോബിക്ക് വേണ്ടി വിഴിഞ്ഞം പദ്ധതിയെ അട്ടിമറിക്കുന്നുവെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. 3/4/2013 വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ജനകീയ കൂട്ടായ്മ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടകൻ. 19/4/2013 വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കുന്നതിനെതിരെ വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ LDFന്റെ മനുഷ്യച്ചങ്ങല. പിണറായി വിജയൻ ആദ്യ കണ്ണി, പന്ന്യൻ രവീന്ദ്രൻ അവസാന കണ്ണി. തുടർന്ന് വിഴിഞ്ഞം പദ്ധതിക്കായി CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ 212 ദിവസം നീണ്ടുനിന്ന ജനകീയ സമരം. നിയമസഭാ തലവും വിഴിഞ്ഞം പദ്ധതിക്കായുള്ള പ്രക്ഷോഭവേദിയായി. 2014 ജനുവരി 8 വിഴിഞ്ഞം വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സർക്കാർ ഇടപെടലുണ്ടാകണമെന്ന് കോടിയേരി. 2014 ഫെബ്രുവരി 3 ഇടതുപക്ഷ സാമാജികരായ ജമീല പ്രകാശം, V. ശിവൻകുട്ടി, AK ശശീന്ദ്രൻ എന്നിവരുടെ അടിയന്തര പ്രമേയം. UDF സർക്കാർ വിഴിഞ്ഞം പദ്ധതി റീടെൻഡർ ചെയ്ത് കരാറിൽ ഏർപ്പെട്ടത് 2015 ഓഗസ്റ്റിൽ മാത്രം. അദാനി ഗ്രൂപ്പുമായി UDF സർക്കാർ ഏർപ്പെട്ട കരാറിലെ പല വ്യവസ്ഥകളോടും LDFന് വിയോജിപ്പ്. ഹൈക്കമാൻഡിന്റെ എതിർപ്പിനെ പോലും ഗൌനിക്കാതെ ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി കരാർ ഒപ്പിടുന്നു. ഉമ്മൻചാണ്ടിയുടെ അദാനി പ്രേമത്തെയും കരാറിലെ സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത വ്യവസ്ഥകളെയും LDF എതിർക്കുന്നു. എന്തായിരുന്നു ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പിട്ട കരാർ? ബൂട്ട് വ്യവസ്ഥയിലുള്ള പദ്ധതിയിൽ 20 വർഷം സർക്കാരിന് ലാഭവിഹിതമില്ല. 21ാമത്തെ വർഷം 1% ലാഭവിഹിതം. പിന്നീട് ഓരോ വർഷവും 1% വീതം അധിക ലാഭവിഹിതം. 40 വർഷത്തേക്കുള്ള കരാർ. പദ്ധതി പ്രദേശത്തെ 30% സ്ഥലം അദാനിക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കരാറിൽ നിന്ന് പിന്മാറിയാൽ അദാനിക്ക് സർക്കാർ വൻ നഷ്ടപരിഹാരം നൽകണം. 66% നിക്ഷേപം നടത്തുന്ന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ല. സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ ഈ കരാറിനെയാണ് LDF എതിർത്തത്. ജനുവരി 1, 2016 അദാനിയുമായുള്ള കരാറിൽ അഴിമതി ഉണ്ടെങ്കിലും തങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാന താൽപര്യം മുൻനിർത്തി കരാറിൽ നിന്നും പിന്മാറില്ലെന്ന് പിണറായി വിജയൻ. മെയ് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ. അദാനിക്ക് വൻ നഷ്ടപരിഹാരം നൽകൽ പ്രായോഗികമല്ലാത്തതിനാൽ കരാർ റദ്ദാക്കാതെ പിണറായി വിജയൻ സർക്കാർ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടെങ്കിലും തുറമുഖത്തിന്റെ 100% പ്രവൃത്തിയും നടന്നത് LDF സർക്കാരിന്റെ കാലത്ത്.
ഉമ്മൻചാണ്ടി ഒറ്റ കല്ല് മാത്രം ഇട്ടുപോയപ്പോൾ പദ്ധതിയുടെ ആദ്യഘട്ടം മുതൽ പൂർത്തിയാക്കിയത് LDF സർക്കാരാണ്. LDF സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതി മുടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊപ്പം ചേർന്നത് UDF നേതൃത്വമാണ്. തുറമുഖ വിരുദ്ധ സമരത്തെ രണ്ടാം വിമോചന സമരമെന്ന് പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ജീവൻ കൊടുത്തും തുറമുഖ വിരുദ്ധ സമരത്തിനൊപ്പം നിൽക്കുമെന്ന് ആക്രോശിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഴിഞ്ഞം തുറമുഖം ഒരു കാരണവശാലും നിർത്തിവെക്കില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് ഉറപ്പു നൽകുന്നു. ഒടുവിൽ 2023 ഒക്ടോബർ 15-ന് ഷെൻഹുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് LDF സർക്കാർ സപ്ലിമെന്ററി കൺസഷൻ കരാർ ഒപ്പുവെച്ചത്. UDF സർക്കാർ ഒപ്പുവെച്ച കരാർ അനുസരിച്ച് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം സംസ്ഥാന സർക്കാരിലേക്ക് ലഭ്യമാകുന്ന നിലയിലാണ് പുതുക്കിയ കരാർ തയ്യാറാക്കിയത്. UDF ഒപ്പിട്ട കരാർ പ്രകാരം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം 15ാം വർഷം മുതലാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖ വരുമാനത്തിന്റെ വിഹിതം ലഭിക്കുന്നതെങ്കിൽ LDF സർക്കാർ ഒപ്പുവെച്ച കരാർ പ്രകാരം 2034 മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങുകയാണ്. പരസ്പരമുള്ള ആർബിട്രേഷൻ നടപടികൾ ഒഴിവാക്കി പുതിയ കരാറിലേക്ക് എത്തിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനം വേഗതയിൽ പൂർത്തിയാക്കി അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് വിഴിഞ്ഞത്തിന് എത്താനായത് എന്നത് ഇവിടെ കാണണം. 2045-ൽ മാത്രം പൂർത്തിയാകേണ്ടിയിരുന്ന ഒരു പദ്ധതി 2028-ൽ ഉദ്ദേശിച്ചതിലും 17 വർഷം മുമ്പ് തന്നെ പൂർത്തിയാവുന്ന രീതിയിലാണ് LDF സർക്കാർ വിഴിഞ്ഞം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോക വ്യാപാര ഭൂപടത്തിൽ നമ്മുടെ നാടിനെയും രാജ്യത്തെയും അടയാളപ്പെടുത്തുന്ന നാഴികക്കല്ലാണ് വിഴിഞ്ഞം തുറമുഖം. ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ ആഗോള ചരക്കു നീക്കങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി രാജ്യം മാറും. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്ന ചുവടുവെപ്പ് കൂടിയാണിത്. നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വിഴിഞ്ഞം പദ്ധതിയിൽ കഴിഞ്ഞ 9 വർഷം നിർണായകം. സ്വപ്നം യാഥാർത്ഥ്യമായത് LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിൽ. അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. മഴയുടെ പോരാട്ടത്തിന് ദൃശ്യാവിഷ്കാരം. APJ ലൈബ്രറിയിൽ മൊബൈൽ ലൈബ്രറി പ്രവർത്തനം തുടങ്ങി. റാപ്പർ വേടന് ജാമ്യം. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന്. കരിമ്പം കൃഷിത്തോട്ടത്തിൽ ടിഷ്യൂ കൾച്ചർ, ഇഞ്ചി, മഞ്ഞൾ തൈകൾ വികസിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കുപ്രസിദ്ധ കൊലപാതക കേസുകളിലെ വക്കീലായ അഡ്വക്കേറ്റ് BA ആളൂർ 10,000 ആളൂർ വീട്ടിൽ ബിജു ആന്റണി അന്തരിച്ചു. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. എറണാകുളം DC ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ദിവസം ഇടവകപ്പള്ളിയിലെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നതിനായി എരുമപ്പെട്ടി 10,000ത്തെ വീട്ടിലെത്തിയിരുന്നു. ആഘോഷത്തിനിടെ ശ്വാസതടസ്സം നേരിട്ട് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. തുടർന്ന് ചൊവ്വാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 11:30 മരിച്ചു. പൂനെയിലെയും എറണാകുളത്തെയും വീടുകളിലാണ് താമസിച്ചിരുന്നത്. പിതാവ് പരേതനായ അന്തോണി, മാതാവ് പരേതയായ റോസി, സഹോദരങ്ങൾ ജോയി, ബൈജു, ഷൈജൻ, ലിജി, പരേതനായ ജോസ്. പോലിളക്കം സൃഷ്ടിച്ച കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി സ്ഥിരമായി ഹാജരായി എക്കാലവും ചർച്ചകളിലും വാർത്തകളിലും നിറഞ്ഞുനിന്ന അഭിഭാഷകനായിരുന്നു ആളൂർ. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ഹാജരായത് ആളൂരായിരുന്നു. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് വേണ്ടിയും ആളൂർ ഹാജരായിരുന്നു. കൂടാതെ കൂടത്തായി കേസിലും ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു ആളൂർ. പൂനെയിൽ നിന്നാണ് ആളൂർ നിയമബിരുദം നേടിയത്. 1999-ലാണ് അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. ഇന്നലെ കേരളത്തിലെ വിവിധ കോടതികളിലും പ്രാക്ടീസ് ചെയ്തു. കേരളത്തിൽ പ്രമാദമായ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ആളൂർ ഹാജരായത് വൻ ചർച്ചയായിരുന്നു. വിഴിഞ്ഞം തുറമുഖ പുതിയ യുഗത്തിന്റെ തുടക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടത് സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ എല്ലാ മലയാളികൾക്കുമുള്ള സമ്മാനമാണ് ഇതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചു ഇതര സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനകത്തെയും മാതൃകയായി സംസ്ഥാന സർക്കാർ മുമ്പോട്ടു പോകുന്നത് അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിയ 9 വർഷമാണ് കടന്നുപോയത്. സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഓരോ മലയാളിക്കുമുള്ള സമ്മാനമായതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. കമ്മീഷൻ ചെയ്യുന്നതോടെ കേരളം ലോക മാരിടൈം ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന പുതിയ യുഗത്തിന്റെ
പ്രാരംഭ മുഹൂർത്തമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം പദ്ധതിയുടെ തർക്കമായി കൊണ്ടുവരേണ്ടതില്ല. ഇത് നമ്മുടെ നാടിനുള്ളതാണ്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചരിത്രതാർഥ്യം ഞങ്ങൾക്കുമുണ്ട്. കല്ലിട്ടത് കൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർത്തിയാകില്ല. ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലെത്തിയാലോ വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിന്റെയോ അതിനു മുമ്പുള്ള സർക്കാരിന്റെയോ കണ്ടെത്തലല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രക്രിയയുടെ സാക്ഷാത്കാരമാണ്. അതിൽ കഴിഞ്ഞ 9 വർഷം ഏറ്റവും നിർണായകമായിരുന്നു. 2016 അധികാരത്തിൽ വന്ന സർക്കാരും നിലവിലുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ നാട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തർക്ക വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം പ്രാധാന്യം കൽപ്പിച്ചത് പദ്ധതിയുമായി മുമ്പോട്ട് പോകാനാണെന്ന് സർക്കാർ തീരുമാനിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞു. കാശ്മീരിൽ നിരപരാധികളുടെ ജീവനെടുക്കുകയും രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുകയും ചെയ്ത തീവ്രവാദ പ്രവർത്തനത്തിന് തക്കതായ മറുപടി നൽകാൻ കേന്ദ്രം തയ്യാറാകണം. എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിരോധം ഒരുക്കാൻ നമുക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്രോഹ ശക്തികൾക്ക് ഇന്ധനമാകുന്ന വിദ്വേഷ പ്രചാരണങ്ങളെയും ഒറ്റക്കെട്ടായി ഓരോരുത്തരും ചെറുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംവിധായകരായ അഷ്റഫ് ഹംസയും ഖാലിദ് റഹ്മാനും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കേസിൽ ഛായാഗ്രഹകനും സംവിധായകനുമായ സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ്. ഒരാഴ്ചക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. കൊച്ചിയിലെ ഗോശ്രീ പാലത്തിന് സമീപമുള്ള സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നും കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംവിധായകരെ അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് സംവിധായകരടക്കം 3 പേർ പിടിയിലായത്. 1.5 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. കഞ്ചാവ് അളവിൽ കുറവായതിനാൽ ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന. കഞ്ചാവ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 3 പേരെയും പിടികൂടിയത്. പിടിയിലായവർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും എക്സൈസ് അറിയിച്ചു. ആലപ്പുഴ, ജിംഖാന, തല്ലുമാല, അനുരാഗ കരിക്കിൻ വെള്ളം, ഉണ്ട തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. തമാശ, ഭീമന്റെ വഴി, സുലൈഖ മൻസിൽ എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളി 12 തുടങ്ങും. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രജത ജൂബിലിയുടെ ഭാഗമായി സ്ഥാപക ചെയർമാനും മുൻ MP-യുമായിരുന്ന ടി ഗോവിന്ദന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കുന്ന ഫ്ലഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ലഹരിയുടെ ഒളിയിടങ്ങൾ ഒരു ഉമ്മയുടെ കളിയിടങ്ങൾ തുറക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ KCB, കേരള പോലീസ്, ഇൻകം ടാക്സ്, ചെന്നൈ, ഇന്ത്യൻ എയർഫോഴ്സ്, കസ്റ്റംസ്, കൊച്ചി, മുംബൈ സ്പെക്സ് ടീമുകൾ ഏറ്റുമുട്ടും. വനിതാ വിഭാഗത്തിൽ സൗത്ത് സെൻട്രൽ റെയിൽവേ, സെക്കന്ദരാബാദ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ICF, ചെന്നൈ, KRCB ടീമുകൾ മത്സരിക്കും. ഒരേ സമയം 6000 പേർക്ക് ഇരുന്ന് കളിക്കാനാകുന്ന തരത്തിൽ അത്യാധുനിക സ്കോർബോർഡ് ഗാലറി ഉൾപ്പെടെയുള്ളതാണ് സംവിധാനം. ദിവസവും വൈകിട്ട് 7-ന് മത്സരം ആരംഭിക്കും. പ്രവേശന പാസ് മുഖേന നിയന്ത്രിക്കും. പ്രവേശന പാസുകൾക്ക് ഡിജിറ്റൽ സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത്. ടിക്കറ്റ് വിൽപ്പന, പോസ്റ്റർ പ്രകാശനം, ഗ്രൗണ്ട് നിർമ്മാണം, ഗാലറി നിർമ്മാണം, പ്രചരണ വാഹനം, ഫ്ലാഗ് ഓഫ് തുടങ്ങിയവയുടെ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ നടക്കും. പോസ്റ്റർ പ്രകാശനം, ലഹരി വിരുദ്ധ റാലി, സെലിബ്രിറ്റി കമ്പവലി, വാക്കത്തോൺ, വിളംബര ജാഥ, നാടൻ കലാപരിപാടികൾ തുടങ്ങിയവയും അനുബന്ധമായി സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ TA മധുസൂദനൻ MLA, വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ M രാജഗോപാലൻ, ജനറൽ കൺവീനർ P ഗംഗാധരൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി TA അഗസ്റ്റിൻ, ശശി വട്ടക്കുവൽ, PKV അശോകൻ, KV ശശീന്ദ്രൻ, P ജയൻ എന്നിവർ പങ്കെടുത്തു. യുടെ പോരാട്ടത്തിന് ദൃശ്യാവിഷ്കാരം ഫ്രാൻസിലെ വലേറിയൻ കുന്നിൽ നാസികൾ വെടിവെച്ചു കൊന്ന മിച്ചിലോട്ട് മാധവനെയും ചെറുകല്ലായി കുന്നിൽ ഫ്രഞ്ചുകാരുടെ തീയുണ്ടകൾ ഏറ്റുവാങ്ങിയ അച്യുതന്റെയും അനന്തന്റെയും പോരാട്ട കഥ പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ നോവലുകൾ നാസികൾക്കും ഫ്രഞ്ച് സാമ്രാജ്യത്തിനുമെതിരെ ജീവൻ നൽകി പൊരുതിയ സമരേതിഹാസ വികാര തീവ്രതയോടെ കുട്ടികൾ ആവിഷ്കരിച്ചപ്പോൾ അരങ്ങിൽ രണസ്മരകൾ ജ്വലിച്ചു. പുലരിപുത്തനം നാടുകൾ കൂട്ടായ്മ ദൃശ്യാവിഷ്കാരം നൽകിയ തെരുവ് നാടകത്തിൽ 10 പേരാണ് വേഷമിട്ടത്.
നാസികൾക്കെതിരെ പൊരുതിയ മാധവനെയും സഖാക്കളെയും വിലങ്ങണിയിച്ച് വലറിൻ കുന്നിൻ ചെരുവിലേക്ക് കൊണ്ടുപോകുന്നതും വെടിവെച്ച് കൊല്ലുന്നതുമായ രംഗങ്ങൾ ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതായി. വരാനിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് വഴിയും വെളിച്ചവുമാകുന്ന രക്തസാക്ഷിത്വത്തെയും മഹാത്യാഗത്തെയും പുതുതലമുറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു ഈ നാടകം. നൃത്തവും സംഗീതവും ഇഴചേർത്ത് ആ കാലത്തെയും പോരാട്ടത്തെയും 20 മിനിറ്റിനുള്ളിൽ കാഴ്ചക്കാരുടെ മുന്നിലെത്തിക്കാൻ സംവിധായകന് സാധിച്ചു. നാടക പ്രവർത്തകർ CHA മുഹമ്മദ് അലി സംവിധാനം നിർവഹിച്ച നാടകത്തിൽ അഭിനൻ വിജയ്, ആദർ ഷൈൻ, KA ദേവദേവൻ, VP റാബിദ്, P ആദിൻ കൃഷ്ണ, ആര്യദ അനിൽകുമാർ, അച്ചൽ അടിയേരി, അർണവ് അടിയേരി, S അലൻ ഗൗരി, ഡാൻബിൻ ലാൽ എന്നിവരാണ് അഭിനയിച്ചത്. ഭയം ഒരു രാജ്യമാവുകയും നിശബ്ദത അതിന്റെ ആഭരണമാവുകയും ചെയ്യുന്ന കാലത്ത് ഈ ഒരു പോരാട്ട കഥ പറയാൻ കഴിഞ്ഞതിൽ തികഞ്ഞ അഭിമാനമുണ്ടെന്ന് CHA മുഹമ്മദ് അലി പറഞ്ഞു. ലഹരി വിമുക്ത കണ്ണൂർ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻ ഡയറക്ട് ടാക്സസ് ആൻഡ് നാർക്കോട്ടിക്സ് നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, വിമുക്തി മിഷൻ, SPC പ്രൊജക്ട്, പോലീസ്, സാമൂഹ്യനീതി വകുപ്പ്, ലഹരി വിമോചന കേന്ദ്രങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ലഹരി വിമുക്ത കണ്ണൂർ അവബോധ രൂപീകരണ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലയിലെ SPC കേഡറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, PTA അംഗങ്ങൾ എന്നിവർക്കാണ് പരിശീലനം നൽകിയത്. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. രാസപദാർത്ഥങ്ങളോടുള്ള ലഹരിയെ ജീവിതത്തിൽ നിന്നും തുരുത്തിയെടുത്ത് ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഓരോരുത്തരും ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവയർനെസ് ഓൺ ദ ഡ്രഗ്സ് ആൻഡ് ആഫ്റ്റർ ഇഫക്ട്സ് ആൻഡ് ലേണിംഗ് ലീഡർഷിപ്പ് എന്നീ വിഷയങ്ങളിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C അനീസ്, NCA അഡീഷണൽ ഡയറക്ടർ ജനറൽ മിനു പ്രമോദ് എന്നിവർ ക്ലാസ് എടുത്തു. പ്രതീക്ഷ ഡി അഡിക്ഷൻ സെന്റർ ഡയറക്ടർ പ്രൊഫസർ ഫാദർ ജോസഫ് പൂവത്തോലിൽ, കൗൺസിൽ നവ്യ ജോസ്, വിമുക്തി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് K ധീരത്തിലെ, വിമുക്തി സൈക്കാട്രിക് സോഷ്യൽ വർക്കർ സ്നേഹമോൾ സക്രിയ എന്നിവരും വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. NSCIN അഡീഷണൽ ഡയറക്ടർ സാബു ഫിലിപ്പ്, NSCIN സൂപ്രണ്ട് J പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ പുഷ്പോത്സവം മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച അച്ചടി മാധ്യമം വിഭാഗത്തിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം ദേശാഭിമാനിക്ക് ലഭിച്ചു. ദേശാഭിമാനിയിലെ മിഥുൻ അനില മിത്രനാണ് മികച്ച ഫോട്ടോഗ്രാഫർ. സായാഹ്ന പത്രം സമഗ്ര കവറേജുള്ള പുരസ്കാരം സുദിനം. കണ്ണൂർ മെട്രോ പത്രങ്ങൾ പങ്കിട്ടു. സുദിനത്തിലെ M അബ്ദുൾ മുനീറാണ് മികച്ച റിപ്പോർട്ടർ. ദൃശ്യമാധ്യമങ്ങളിൽ സമഗ്ര കവറേജുള്ള പുരസ്കാരം സീൽ TVക്ക് ലഭിച്ചു. മികച്ച റിപ്പോർട്ടറിനുള്ള പുരസ്കാരം സീൽ TVയിലെ ലിജിത ജനാർദ്ദനും കണ്ണൂർ വിഷനിലെ മനോജ് മയിലും പങ്കിട്ടു. സീൽ ഡിവിഷനിലെ ഷാജി കിയാറാണ് മികച്ച വീഡിയോഗ്രാഫർ. ശ്രവ്യ മാധ്യമം സമഗ്ര കവറേജുള്ള പുരസ്കാരം ആകാശവാണി കണ്ണൂർ നിലയം നേടി. 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റവുമാണ് പുരസ്കാരം. അവാർഡുകൾ മെയ് 2 വൈകിട്ട് 5 ന്യൂനപക്ഷം ക്ഷേമം, കായികം, വഖഫ്, ആർട്ട്, തീർത്ഥാടനം വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ജില്ലാ പോലീസ് സൊസൈറ്റി ഹാളിൽ സമ്മാനിക്കുമെന്ന് മീഡിയ കമ്മിറ്റി കൺവീനർ TP ബിജിയൻ അറിയിച്ചു. മതവർഗീയത ഭീകരവാദ പ്രസ്ഥാനത്തിന് തണലാകുന്നു KK ശൈലജ. മതവർഗീയതയാണ് ഭീകരവാദ പ്രസ്ഥാനത്തിന് തണലായി മാറുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ഭീകരവാദത്തിനെതിരെ മാനവികത മുദ്രാവാക്യമുയർത്തി CPM കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സംഘടിപ്പിച്ച ജനസദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഒരു പ്രത്യേക മതത്തെ സൂചിപ്പിച്ച അവർ ഭീകരവാദികളാണെന്ന് പറയാൻ കഴിയില്ല. ഇത്തരം പ്രവണത ഉയരാൻ പാടില്ല. മനുഷ്യസ്നേഹവും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് ഭീകരവാദിത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഇന്ത്യ മതരാഷ്ട്രമാക്കി വളർത്താനുള്ള നീക്കം തടയണം. രാജ്യത്തെ നാനാ മതസ്ഥരെയും ഒറ്റക്കെട്ടായി ചേർത്ത് നിർത്തി കേന്ദ്ര സർക്കാർ ഭീകരവാദത്തിനെതിരെ അണിനിരത്തണം. മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കരുത്. മതവിശ്വാസം അപകടമല്ല. സാഹോദര്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശമാണ് മതങ്ങൾ നൽകുന്നത്. ഭരണാധികാരികൾ യുദ്ധം ഉണ്ടാക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും മതഭീകരതയും തീവ്രവാദത്തിനുമെതിരെ ശക്തമായ പ്രചരണം നടത്തണമെന്നും ശൈലജ പറഞ്ഞു. K ഗിരീഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N സുകന്യ, ഏരിയ സെക്രട്ടറി KP സുധാകരൻ, K ലത എന്നിവർ സംസാരിച്ചു. ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തിയ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി. ഡ്രൈവിംഗ് ലൈസൻസും കണ്ടക്ടർ ലൈസൻസും ഇല്ലാതെ സർവീസ് നടത്തിയ സ്റ്റേജ് കാരിയേജ് ബസിന്റെ പെർമിറ്റ്
മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി. കണ്ണൂർ RTO ES ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധനയിൽ വാഹനത്തിന് 11,000 രൂപ പിഴയും ചുമത്തി. സ്റ്റേജ് കാരിയർ ബസ്സുകളിൽ ലൈസൻസ് ഇല്ലാതെ കണ്ടക്ടർമാർ ജോലി ചെയ്യുന്നത് കണ്ടെത്തി നടപടി സ്വീകരിച്ചു. 20 കേസുകളിൽ നിന്നായി 55,000 രൂപ പിഴ ഇനത്തിൽ ഈടാക്കി. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. പെർമിറ്റ് റദ്ദാക്കിയ വാഹനത്തിലെ യാത്രക്കാരെ AMVI സജി ജോസഫ് 3 പെരിയ മുതൽ പാറപ്പുറം വരെ അതേ വാഹനത്തിൽ സുരക്ഷിതമായി എത്തിച്ചു. AMVI-മാരായ വരുൺ ദിവാകർ, അരുൺകുമാർ, രാകേഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. APJ ലൈബ്രറിയിൽ മൊബൈൽ ലൈബ്രറി പ്രവർത്തനം തുടങ്ങി. APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ മൊബൈൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. വലിയ വളപ്പുകാവ് റോഡിലെ ഐശ്വര്യയിൽ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി M. ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യയിലെ ആശാലത പുസ്തകം ഏറ്റുവാങ്ങി. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PP ധനരാജൻ, ലൈബ്രറി കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗം AB ശോഭനാദേവി, താലൂക്ക് കൗൺസിലർ KV തമ്പാൻ, നേതൃസമിതി കൺവീനർ EK സിറാജ്, കിരൺ രവീന്ദ്രൻ, VK അഷ്യാൻ അഷ്റഫ്, ഗംഗാധരൻ എടച്ചൊവ്വ, സജിത് കോട്ടേൽ എന്നിവർ സംസാരിച്ചു. വലിയ വളപ്പുകാവ് താവക്കര പ്രദേശത്തും 100 വീടുകളിലുമായാണ് ആദ്യഘട്ട പുസ്തകം എത്തിക്കുക. വൈസ് പ്രസിഡന്റ് രാജീവൻ കാട്ടാമ്പള്ളി അധ്യക്ഷനായി. സെക്രട്ടറി PK ബൈജു സ്വാഗതവും ലൈബ്രറിയൻ C. വിജിന നന്ദിയും പറഞ്ഞു. പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ റാപ്പർ വേടന് ജാമ്യം. പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കേരളം വിട്ടുപോകരുത്, 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ഹാജരാക്കണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയവയാണ് ഉപാധികൾ. പുലിപ്പല്ല് കേസിൽ കഴിഞ്ഞ ദിവസം വേടനെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തുടർന്ന് വേടനുമായി തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ബുധനാഴ്ച വൈകിട്ട് തിരികെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി. ഈ ഘട്ടത്തിലാണ് വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചത്. താൻ മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരാധകർ സമ്മാനിച്ച വസ്തു സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ പറഞ്ഞു. ഇത് യഥാർത്ഥ പുലിപ്പല്ല് ആണെന്ന് അറിയില്ലായിരുന്നു. കോടതി നിർദ്ദേശിക്കുന്ന ഏത് ജാമ്യ വ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണ്. മാത്രമല്ല, മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ ജാമ്യാപേക്ഷയിൽ വനം വകുപ്പ് എതിർത്തെങ്കിലും കോടതി ഇത് തള്ളി. തുടർന്നാണ് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ അർഹനായി. കവി V. മധുസൂദനൻ നായർ അധ്യക്ഷനും നിരൂപകർ സുനിൽ P. ഇളയിടം, നോവലിസ്റ്റ് R. രാജശ്രീ എന്നിവർ അംഗങ്ങളുമായ പുരസ്കാര നിർണയ സമിതിയാണ് ലീലാകൃഷ്ണന്റെ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത്. പത്മപ്രഭ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ MV ശ്രേയസ് കുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കരിമ്പം കൃഷിത്തോട്ടത്തിൽ ആദ്യമായിട്ട് ടിഷ്യൂ കൾച്ചർ ഇഞ്ചി, മഞ്ഞൾ തൈകൾ വികസിപ്പിച്ചു. തളിപ്പറമ്പ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്ന് പുതിയ 2 ഉൽപ്പന്നങ്ങൾ കൃഷിത്തോട്ടത്തിലെ വിൽപ്പന കേന്ദ്രം വഴി കർഷകർക്ക് ലഭ്യമാക്കും. ലാബിലെ ടെക്നീഷ്യന്മാർക്ക് ഇത്തരം ടിഷ്യൂ കൾച്ചർ ഇഞ്ചി, മഞ്ഞൾ തൈകൾ വികസിപ്പിക്കാൻ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. കരിമ്പം ഫാം സൂപ്രണ്ട് KP രസന, കൃഷി ഓഫീസർമാരായ K. ദീപ, PM ലസിത, കൃഷി അസിസ്റ്റന്റുമാരായ VB രാജീവ്, K. ചന്ദ്രൻ, ലാബ് സൂപ്പർവൈസർ അഞ്ജു, ടെക്നീഷ്യൻ സജീഷ് എന്നിവർക്കാണ് ഇതിന്റെ നേതൃത്വം നൽകിയത്. കൃഷിത്തോട്ടത്തിൽ ടിഷ്യൂ കൾച്ചർ ലാബിലാണ് പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞൾ വിത്തും വരദ ഇനത്തിൽപ്പെട്ട ഇഞ്ചി വിത്തും ഉപയോഗിച്ച് ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തൈകൾ വികസിപ്പിച്ചെടുത്തത്. പൂർണ്ണമായും ശീതീകരിച്ച ലാബിൽ പ്രത്യേകം തയ്യാറാക്കിയ ജാറുകൾ സൂക്ഷിക്കുന്ന തൈകൾ നിശ്ചിത വളർച്ച പൂർത്തിയാകുമ്പോൾ പുറത്തെടുക്കും ശേഷം ലാബിന് പുറത്തുള്ള നഴ്സറിയിൽ എത്തിച്ച് ചകിരിച്ചോറ് നിറച്ച് പോട്രേകളിലാക്കി മാറ്റും. അവ നിശ്ചിത വളർച്ചയാകുമ്പോഴാണ് വിൽപ്പനയ്ക്ക് പാകപ്പെടുന്നത്. ഒരു
പോട്രേക്ക് തൈക്ക് 5 രൂപയാണ് വില. പ്രവൃത്തി ദിവസങ്ങളിൽ കൃഷിത്തോട്ടത്തിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും തൈകൾ വാങ്ങാൻ സാധിക്കും. സാധാരണ ഇഞ്ചിയും മഞ്ഞളും വിത്തുകൾ നേരിട്ട് മണ്ണിൽ നടന്ന പരമ്പരാഗത രീതിയിൽ തികച്ചും വ്യത്യസ്തമായി ഇതിൽ ഇഞ്ചിയുടെയും മഞ്ഞളിന്റെയും വിത്ത് മുളപ്പിച്ച തൈകളാണ് നടന്നത്. സാധാരണ ലഭിക്കുന്നതിലും ഇരട്ടിയോളം വിളവ് ലഭിക്കുമെന്ന് കീടബാധകൾ വളരെ കുറവാണെന്നുമാണ് ടിഷ്യൂ കൾച്ചർ ചെയ്ത തൈകളുടെ ഗുണമെന്നും കരിമ്പം ഫാം സൂപ്രണ്ട് KV രസ്ന പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.